നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അങ്കമാലി മാഞ്ഞാലി തോടിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. തോടിന്റെ ശുചീകരണം നടത്താതിരുന്നതാണ് നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമെന്ന് കർഷകർ. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പറവൂർ ഗ്രൂപ്പ് കുടുംബ സംഗമം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ ജില്ലാ കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൺമറഞ്ഞ പ്രഗത്ഭ അഭിഭാഷകരെ അനുസ്മരിച്ചു. പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അങ്കമാലി മാഞ്ഞാലി തോടിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. തോടിന്റെ ശുചീകരണം നടത്താതിരുന്നതാണ് നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമെന്ന് കർഷകർ. അങ്കമാലി മാഞ്ഞാലി തോടിൽ അയിരൂർ പുത്തൻതോട് ബണ്ടിൽ പുല്ലും ചണ്ടിയും അടിഞ്ഞുകൂടിയതുമൂലം നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് കർഷകർക്ക് വിനയായിരിക്കുന്നത്. നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ കുന്നുകര പഞ്ചായത്തിലെ 4 വാർഡുകളിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. മഴ ശക്തമായതോടെ മാഞ്ഞാലി തോടിൽ ജലനിരപ്പ് ഉയരുകയും നീരൊഴുക്ക് ശക്തമാകുകയും ചെയ്തതോടെ താഴ്ന്ന കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പുത്തൻതോട്ടിലെ ബണ്ടിൽ പുല്ലും പായലും നിറഞ്ഞതോടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ടിന് ഇടയാക്കിയതെന്ന് കർഷകർ പറയുന്നു. ഇതിപ്പോ ലക്ഷക്കണക്കിന് വാഴകളും കപ്പയും വെള്ളത്തിൽ കിടക്കുക. അങ്കമാലി മാഞ്ഞാലി തോട്ടത്തിന് ഇരുകരങ്ങളിലായിട്ട് കുന്തര പഞ്ചായത്തിന്റെ 3 വാർഡിൽ പെട്ട സ്ഥലങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഇതിന്റെ കാരണം കുറേ കാലങ്ങളായിട്ട് 25 വർഷമായിട്ട് ഈ ബണ്ട് ഉപയോഗത്തിലില്ലാതെ കിടക്കുക, നശിച്ച് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ 2 കാലുകൾ ഇളക്കി കളഞ്ഞാൽ ചൂണ്ടാനിരുത്ത് പാലം തുടങ്ങിയുള്ള മൊത്തം പായലും ചണ്ടിയും വന്ന് അടിയണത് ഇവിടെയാണ്. ആ ചണ്ടി വന്ന് അടിയണത് ഇല്ലാതെയാവും 2 കാല് ഇളക്കി കഴിഞ്ഞാൽ. ഇതിങ്ങനെ കർഷകർ സ്ഥിരം മാറ്റിക്കൊണ്ടിരിക്കുക. ഞാനൊക്കെ ഇവിടെ കൃഷി നടത്തി തോറ്റ് കൃഷി അവസാനിപ്പിച്ച ആളാണ്. ഇവരിപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കർഷകൻ്റെ ഒരു ക്രൈസാണ് കൃഷി ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് 10 രൂപ കാശ് കിട്ടുന്ന സമയമാകുമ്പോൾ നമുക്ക് ഉപയോഗത്തിൽ കൊള്ളാതെ പോവാണ്. ഈ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ വരുമ്പോൾ മൊത്തം ചണ്ടികളുമൊക്കെ പൊന്തിയോ വേനൽമഴയൊക്കെ പെയ്ത് മൊത്തം വന്ന് ഇവിടെ അടിഞ്ഞ് കർഷകർ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു പോത്ത് കയറി നിന്നാൽ മുങ്ങിപ്പോകാത്ത അത്രയും വലിയ ചങ്ങാടം പോലെയുള്ള ചണ്ടികളാണെന്നാണ് ഇവിടെ അടിയുന്നത്. 1/4 നൂറ്റാണ്ടിന് മുൻപ് പണി തീർത്ത ബണ്ട് ഇപ്പോൾ ഉപയോഗശൂന്യമാണെന്നും ഇത് പൊളിച്ചു മാറ്റിയാൽ നീരൊഴുക്കിന് തടസ്സമുണ്ടാകില്ലെന്നും കർഷകർ പറഞ്ഞു. മുൻ വർഷങ്ങളിൽ മഴക്കാലം എത്തും മുൻപേ തന്നെ മാഞ്ഞാലി തോട് ശുചീകരിക്കാറുണ്ടെങ്കിലും ഇക്കുറി ഇതുണ്ടായില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ അനിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ CT ജോസ് മാസ്റ്റർ, PM ബേബി, ജോയ്, ഷിബു, കരീം കാഞ്ഞോടൻ എന്നിവരും ആർ അനിലിനൊപ്പം കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. കാരണം ഇത് ഒരു ആവശ്യവുമില്ലാത്ത ഒരു ബണ്ട്, അതിന്റെ പുറകിൽ കിടക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇന്നത്തെ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ് മുമ്പിലുള്ളത്. കാരണം ഈ കാണുന്ന ഈ വലിയൊരു പായൽക്കെട്ട്, അതായത് പഞ്ചായത്ത് ഈ പറഞ്ഞ പോലെ അങ്കമാലി മാഞ്ഞാലി തോടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ വഴി അത് തന്നെയാണ്. ഇതുവരെയുള്ള 2018 വെള്ളപ്പൊക്കം വന്നതിന്റെ കാരണങ്ങൾ പലതും ഇവിടെയുള്ള സൈഡിലുള്ള അതായത് പുഴയുടെ ഭാഗങ്ങൾ വൃത്തിയാക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. ആ നിലവിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും സംജാതമാണ്. ആ നിലവിലുള്ള അതിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ഭരണസമിതി, അതായത് ഒരിക്കലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളല്ല, ഇത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ, സർക്കാരിൻ്റെ ഭാഗത്തുള്ള അനാസ്ഥകളാണ് ഇതിന് ശരിക്കും നിലവിലുള്ള ഇതിന് കാരണം. ഇത്രയും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് ഭീകരമായ തരത്തിലാണ് ഈ പായൽ കെട്ടിക്കിടക്കുന്നത്. ഇതൊന്ന് വലിച്ചു കളയാനോ ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുവരാനോ സർക്കാരിന് കഴിയുന്നു. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പറവൂർ ഗ്രൂപ്പ് കുടുംബ സംഗമം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ, ദേവസ്വം എംപ്ലോയീസ് വെൽഫെയർ സൊസൈറ്റി, ദേവസ്വം ബോർഡ് പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പറവൂർ മൂകാംബിക നവരാത്രി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിപ്പിക്കണമെന്ന് നിരന്തരമായി ഈ യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇനി കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കുക. ഇത്ര വരെ എത്തില്ലേ? ഇത്രയിടം വരെ നമ്മൾ എത്തി. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അക്കാര്യത്തിലേക്ക് പോലെ എല്ലായിടത്തും ജീവനക്കാരോട് ഞാൻ പറയുന്നൊരു കഥയുണ്ട്. പണ്ടത്തെ തിരുമേനിമാർ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് വൈകുന്നേരം നടയടച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന് പടച്ചോറെന്നാണ് പറയുന്നത്. ആ പടച്ചോറ്
ആയി തിരുമേനി വീട്ടിലെത്തുമ്പോൾ 2 or 3 വയറുകൾ അന്നത്തെ അത്താഴത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. അവിടുത്തെ അത്താഴം അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തിരുമേനിമാരുടെ ശമ്പളമെങ്കിൽ ഇന്ന് രംഗം മാറി. നല്ല ശമ്പളവും മറ്റ് ആനുകൂല്യവും പെൻഷനും ഒക്കെ ലഭിക്കുന്ന ഒരു പ്രസ്ഥാനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറിയിട്ടുണ്ട്. ഇനിയും എവിടെയെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ പരിഹരിക്കാം, ഒരു തർക്കവും വേണ്ട. അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന ബോർഡാണ് ഇപ്പോഴുള്ളത്. ഒരു തൊഴിലാളിയുടെയും ആനുകൂല്യം പിടിച്ചു വെക്കുന്നവരല്ല ഞങ്ങൾ. പുതിയ ആനുകൂല്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് നമ്മുടെ ദേവസ്വം ബോർഡിലൂടെ നടപ്പാക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തീർച്ചയായും എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും അവസാനം പെൻഷൻകാരൊരു പരാതി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷാജി ശർമ്മ സാറെ കൊണ്ട് എല്ലാ പരാതിക്കും പരിഹാരം കാണാൻ കഴിയില്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ പെൻഷനായ ഒരാൾ, ഇന്നലെ വരെ ശബരിമലയിൽ നന്നായി ഡ്യൂട്ടി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ പെൻഷനായി ശബരിമലയിലെത്തുമ്പോൾ ക്യൂവിൽപ്പെടാതെ അയ്യപ്പനെ കണ്ടെന്ന് തൊഴാൻ ഒരു ഐഡൻറ്റിറ്റി വേണ്ടേ? അപ്പോൾ അവിടെ മാറിയിരിക്കാൻ പറയും. അപ്പോൾ ഒരു തിരിച്ചറിയൽ കാർഡ് അവർക്കുണ്ടാകണം എന്നേ നിവേദനം കിട്ടിയതാണ്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ബോർഡിൽ തീരുമാനിച്ച് പെൻഷൻ പറ്റിയ ജീവനക്കാർക്കും അവരെ തിരിച്ചറിയാൻ കഴുത്തിലൂടിടുന്ന ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. 100 രൂപ ഫീസ് അടയ്ക്കണം, അപേക്ഷ സെക്രട്ടറി കൊടുക്കണം. അപ്പോൾ ആ കാർഡും കഴുത്തിലിട്ടുകൊണ്ട് ശബരിമലയല്ല, ഗുരുവായൂരല്ല, കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും ഇദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻകാല ജീവനക്കാരനായിരുന്നു. 10, 35, 20, 25 വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ജോലി ചെയ്ത പണിയെടുത്തയാളാണ്. ഈ കടന്നു വരുന്ന അദ്ദേഹത്തിനൊരു മാന്യമായ സ്ഥാനം നമുക്ക് കൊടുക്കണമെന്നൊരു തോന്നലുണ്ടാകും. അതിപ്പോൾ നമ്മൾ പരിഹരിച്ചു. പറവൂർ ജില്ലാ കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൺമറഞ്ഞ പ്രഗത്ഭ അഭിഭാഷകരെ അനുസ്മരിച്ചു. പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ കോടതിയിലെ പ്രഗത്ഭ അഭിഭാഷകരായിരുന്ന എസ് വെങ്കട സുബ്രഹ്മണ്യ അയ്യർ, എം കെ സതീശ വർമ്മ എന്നിവരെയാണ് പറവൂർ ജില്ലാ കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചത്. പറവൂരിന്റെ പാരമ്പര്യത്തിന് എന്നും മുതൽക്കൂട്ടായ രണ്ടുപേരുടെയും മഹത്വം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. പറവൂർ ഗ്രാൻഡ് മുസ്ലിംസിൽ നടന്ന അനുസ്മരണ ചടങ്ങ് പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും പ്രഗത്ഭരായ 5 പേരുണ്ടായിരുന്ന ഈ കോടതിയിൽ നിന്ന് ആണ് ഞാൻ ഹൈക്കോടതിയിൽ ചെല്ലുന്നത്. അന്ന് അവിടെ സീനിയർ അഭിഭാഷകരായിട്ട് വിശ്വനാഥ് സാറിന് അറിയാം, 5 പേരില്ല, 4 പേരേ ഉള്ളൂ സീനിയർ പട്ടമുള്ളവർ. അന്നൊക്കെ സീനിയർ പട്ടം ഫുൾ കോട്ട് കൊടുക്കുകയാണ്. വിശ്വനാഥ് സാറിനെ ഇരുത്തി പറയുകയാണ്, ക്ഷമിക്കണം, ഇന്ന് അപേക്ഷിച്ചാണ് സീനിയർ പട്ടം മേടിക്കുന്നത്. പ്രാഗൽഭ്യവും സ്വഭാവദാർഢ്യവും എന്നാണ് അതിൽ നമ്മുടെ അപ്പൻഡിക്സിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൊഫഷ്യൻസി ഇൻ വൺ ബ്രാഞ്ച് ഓഫ് ലോ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇത് രണ്ടും എങ്ങനെ സ്വയം അവകാശപ്പെടുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പോട്ടെ, അതിലേക്ക് നമ്മൾ പോകണ്ട. ഏതായാലും അന്ന് അവിടെ ഉണ്ടായിരുന്ന 4 സീനിയേഴ്സിനെ എനിക്ക് ഓർമ്മയുള്ളത്. TRG വാര്യർ സാറ്, പിന്നെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP ഈശാനൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി ഹണി M വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി അഡ്വക്കേറ്റ് P ശ്രീരാം ഭരതൻ സ്വാഗതം പറഞ്ഞു. പ്രസന്റ് ചെയ്യുമ്പോൾ സാറിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. പുരാണത്തിലും അതുപോലെ തന്നെ സാഹിത്യത്തിലും അതുപോലെ തന്നെ സംസ്കൃതത്തിലുമുള്ള സാറിൻ്റെ ആ പാണ്ഡിത്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് സാറ് ഹിയറിംഗ് നടത്താറ്. ഇത്രയും നല്ല ലാംഗ്വേജിൽ, ഇത്ര നല്ല ഭാഷാ ശുദ്ധിയിൽ അത് ഏറ്റവും മനോഹരമായി കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ആ വർമ്മ സാറിൻ്റെ ഒരു പ്രത്യേകതരം കഴിവാണ്. അപ്പോൾ അതുപോലെ തന്നെ വെങ്കട സുബ്രഹ്മണ്യ സ്വാമിയെ പറയുകയാണെങ്കിൽ തന്നെ ആരോടും ഒരു പരാതിയോ ഒരു പരിഭവമില്ലാതെ ആർക്ക് എന്ത് സംശയം വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പറഞ്ഞു നൽകാൻ കഴിയുന്ന ഒരു അറിവിൻ്റെ ഒരു ഭണ്ഡാരം എന്ന് തന്നെ പറയാം. പക്ഷേ യാതൊരുവിധ അക്കാഡമിക് ഇതുപോലുള്ള അഭിഭാഷകൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു കാര്യവുമില്ല. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്ന് കയറി സംസാരിക്കാൻ കഴിയാവുന്ന വ്യക്തിത്വം. ആ വ്യക്തികൾ കൊളുത്തിവെച്ച ഭദ്രദീപമാണ് ഇപ്പോഴും പറവൂർ കോടതിയിൽ അണയാതെ നിൽക്കുന്നത്. അഭിഭാഷകരായ M രാജേന്ദ്രൻ, S ഗോപിനാഥൻ, VA പ്രദീപ് കുമാർ, ES പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുന്നുകര യൂണിറ്റ് വാർഷിക പൊതുയോഗം അഹന ഓഡിറ്റോറിയത്തിൽ നടന്നു. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്കിയത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുന്നുകര യൂണിറ്റിന്റെ 34ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും കുന്നുകര അഹന ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടന കുന്നുകര യൂണിറ്റ് പ്രസിഡന്റ് TR ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചാക്യത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സംഘടന നിഷ്കർഷിക്കുന്ന മെയ് മാസത്തിൽ നിങ്ങളെല്ലാ അംഗങ്ങളെയും വിളിച്ചു ചേർത്ത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും കണക്കുകളും അവതരിപ്പിക്കുകയും അടുത്ത 2 വർഷത്തേക്ക് ആരായിരിക്കണം കുന്നുകര യൂണിറ്റിനെ നയിക്കേണ്ടത് എന്നുള്ള മൗലികമായ അവകാശം ഓരോ അംഗങ്ങൾക്കും കൽപ്പിച്ചരുളിക്കൊണ്ട് സ്വതന്ത്ര വിവേചന അധികാരത്തോടുകൂടി തുടർന്നുള്ള വർഷത്തേക്ക് ആര് നയിക്കണം എന്ന് തീരുമാനിക്കാൻ കൂടിയായിട്ടാണ് നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു പൊതുയോഗമാണ്. ഇത്തരത്തിൽ മാതൃകാപരമായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയുണ്ടോ എന്ന് നമ്മളിത് കൂട്ടായി ആലോചിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ജനാധിപത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാതൃകാപരമായ സംഘടനാ തത്വങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ പൊതുയോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ആ പൊതുയോഗത്തിൽ മുഴുവൻ അംഗങ്ങളെയും പരിഗണിക്കുകയും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ചർച്ചകൾ നടത്തി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് സെക്രട്ടറി ജോസ് PA അനുശോചനവും ട്രഷറർ A അബ്ദുൾ റഹ്മാൻ കണക്കും ജനറൽ സെക്രട്ടറി CV ബിജീഷ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏകോപന സമിതി കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ അബ്ദുൾ ഖാദർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. BG ബിജു, മായ പ്രകാശൻ, നാസർ കലാപ്പള്ളം, S ബിജു എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായ TR ജേക്കബിനെയും ജനറൽ സെക്രട്ടറിയായി CV ബിജീഷിനെയും ട്രഷററായി A അബ്ദുൾ റഹ്മാനെയും യോഗം വീണ്ടും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അങ്കമാലി മാഞ്ഞാലി തോടിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. തോടിന്റെ ശുചീകരണം നടത്താതിരുന്നതാണ് നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമെന്ന് കർഷകർ. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പറവൂർ ഗ്രൂപ്പ് കുടുംബ സംഗമം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ G സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ ജില്ലാ കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൺമറഞ്ഞ പ്രഗത്ഭ അഭിഭാഷകരെ അനുസ്മരിച്ചു. പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.